അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ പട്ടാമ്പി ഡയാലിസിസ് സെന്ററിൽ മെഷീനുകളെത്തി ആർഒ പ്ലാന്റും സജ്ജമാക്കുന്നു. അവസാനഘട്ട പ്രവൃത്തികൾ പൂർത്തിയാക്കി ഡയാലിസിസ് സെന്റർ വൈകാതെ ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത്. മുഹമ്മദ് മുഹസിൻ എംഎൽഎയുടെ ഫണ്ടിൽ നിന്നും 1,23,00,000 രൂപ ചിലവഴിച്ചാണ് ഡയാലിസിസ് സെന്ററിനുള്ള പ്രവർത്തികൾ നടത്തിയത്. നിർമ്മാണം കഴിഞ്ഞ് വർഷങ്ങളായെങ്കിലും പ്രവർത്തനം ആരംഭിക്കുവാൻ കഴിഞ്ഞില്ല. സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം ഡയാലിസിസിനുള്ള യന്ത്രങ്ങൾ എത്താത്തതായിരുന്നു കാരണം. ഇത് വലിയ പ്രതിഷേധങ്ങൾക്കും ആരോപണങ്ങൾക്കും ഇടവരുത്തിയിരുന്നു. അനിശ്ചിതത്വത്തിനൊടുവിലാണ് ഇപ്പോൾ 8 ഡയാലിസിസ് മെഷീനുകൾ കേന്ദ്രത്തിൽ എത്തിയത്. പുതിയ മെഷീനുകൾക്ക് അനുസൃതമായുള്ള വൈദ്യുതീകരണം പൂർത്തിയാക്കുകയും സജ്ജമാക്കിയിട്ടുള്ള ആർഒ പ്ലാന്റ് പ്രവർത്തിക്കുകയും ചെയ്യുന്നതോടെ ഡയാലിസിസ് കേന്ദ്രം തുറന്നുകൊടുക്കുമെന്ന് മുഹമ്മദ് മുഹസിൻ എംഎൽഎ പറഞ്ഞു. പട്ടാമ്പി ഡയാലിസിസ് സെന്ററിന്റെ കെട്ടിടം നിർമ്മാണം നേരത്തെ കഴിഞ്ഞതാണ്. അതിനുശേഷമാണ് അതിന് മിഷനറിയും സാധനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഫണ്ട് ലഭ്യമാക്കിയത്. ആദ്യം ഗവൺമെന്റിന്റെ ഫണ്ട് ലഭ്യമാക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. ഗവൺമെന്റ് ഫണ്ട് ലഭ്യമാകാത്തത് കൊണ്ട് തന്നെ അതിന് രണ്ടാം ഘട്ടം എന്നുള്ള നിലയ്ക്ക് MLA ഫണ്ടിൽ ഫണ്ട് അനുവദിക്കുകയും മെഷീന് വേണ്ടിയിട്ടുള്ള മറ്റുള്ള ആർഒ പ്ലാന്റ് അടക്കമുള്ള കാര്യങ്ങൾക്കുള്ള ഫണ്ട് ലഭ്യമാക്കുകയും ചെയ്തു. ഇപ്പോൾ അതിൻ്റെ മെഷീന് വരാനുള്ള വലിയ കാലതാമസം നമുക്ക് നേരിട്ടിരുന്നു. കാരണം പഴയ സ്പെസിഫിക്കേഷനുള്ള മെഷീനാണ് നമ്മൾ ആദ്യം ഓർഡർ ചെയ്തിരുന്നെങ്കിലും അത് കുറച്ച് സമയമെടുത്തു. മാത്രമല്ല പുതിയ സ്പെസിഫിക്കേഷനിലേക്ക് മെഷീന് മാറി, കുറച്ചും കൂടെ വില കൂടിയ മെഷീനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കിട്ടാൻ വലിയ രീതിയിലുള്ള തടസ്സമാണ് നമുക്കുണ്ടായിരുന്നത്. ഇപ്പം മെഷീൻ വന്ന് ഒരാഴ്ചയായിട്ട് അതിൻ്റെ മറ്റു പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇലക്ട്രിഫിക്കേഷൻ ഏതാണ്ട് പൂർത്തീകരിച്ചാണ് ഈ പുതിയ സ്പെസിഫിക്കേഷനുള്ള മെഷീനുകൾ വന്നപ്പോൾ അതിൻ്റെ വയറിങ്ങും മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ മാറ്റങ്ങൾ ഉണ്ട്. ആ മാറ്റങ്ങൾ കൂടി ചെയ്തുകൊണ്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ആ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ 2-3 കടമ്പ കൂടി ഉണ്ട്. അതിൽ ഒന്നുള്ളത് ആർഒ പ്ലാന്റിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് വരുന്ന സംവിധാനങ്ങൾ, അതിലെ വെള്ളം വളരെ ക്ലിയർ ആണോ എന്നുള്ളത് നമ്മൾ ഇവിടുന്ന് അതുമായി ബന്ധപ്പെട്ട ടെസ്റ്റിംഗ് ഏജൻസിക്ക് അയച്ചു കൊടുക്കണം. അത് 1 തവണയല്ല 3 തവണ അയച്ചു കൊടുത്ത് അത് 3 തവണയും ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് ആളുകളെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന സംവിധാനത്തിലേക്ക് മാറുന്നത്. അപ്പോൾ ആ ട്രയൽ റൺ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ നമുക്കറിയാം ടെക്നീഷ്യൻ ആവശ്യമാണ്. ആ ടെക്നീഷ്യന് വേണ്ടി പോസ്റ്റ് ചെയ്യാനുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്. അത് എംപ്ലോയ്മെന്റിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം കേന്ദ്രത്തിലേക്ക് ആവശ്യമായ ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കുന്നതിനുള്ള നടപടികൾ നടക്കുന്നതായും MLA അറിയിച്ചു. UTV ന്യൂസ്, പാലക്കാട്.